ദുക്രാന തിരുനാളിൻ്റെ ആശംസകൾ. ജൂലൈ 3 ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഓർമ്മയുടെ തിരുനാളാണ്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർ തോമാ ശ്ലീഹായുടെ ദുക്രാന തിരുനാൾ ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. ഒന്ന്, ക്രൈസ്തവ വിശ്വാസം ഭാരതത്തിൽ എത്തിച്ച അപ്പസ്തോലൻ എന്ന നിലയിലും എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന മഹത്തായ വിശ്വാസഭാഷ്യം ലോകത്തിന് നൽകിയ അപ്പസ്തോലൻ എന്ന നിലയിലുമാണ്. വ്യത്യസ്തമായ ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ് തോമാ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുമ്പിൽ വലിയ ചിന്ത നൽകുന്നത്. കാരണം തൊട്ടറിഞ്ഞ വിശ്വാസത്തിൻ്റെ ഉടമയാണ് മാർ തോമാ ശ്ലീഹ. മറ്റ് ശിഷ്യന്മാരും ഉത്ഥാനാനുഭവം ലോകത്തിന് പങ്കുവച്ചിരുന്നു. അപ്പസ്തോല നടപടിയിൽ ആദ്യ അധ്യായങ്ങളിലൊക്കെ ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം ലോകത്തിന് നൽകുന്ന ശിഷ്യന്മാരുടെ വ്യക്തമായ ഭാഷ്യമാണ് നമ്മൾ കാണുക. ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പരമ്പരാഗതമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. നടന്നു പോകുന്ന പത്രോസിൻ്റെ നിഴൽ വീണാൽ മതി തങ്ങളുടെ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുമെന്ന്. വെളിപാടിൻ്റെ പുസ്തകം തന്നെ യോഹന്നാൻ്റെ പാത്മോസ് ദ്വീപിലുണ്ടായ ഉത്ഥാനാനുഭവത്തിൻ്റെ ഭാഷ്യമാണ്. മറ്റ് നിരവധി ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്താണ് വിശുദ്ധ തോമായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ബുദ്ധനോടൊരിക്കൽ ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്താണ് എനിക്ക് സമ്മാനം നൽകുക? ശ്രീബുദ്ധൻ ശിഷ്യനായ ആനന്ദിനോട് പറഞ്ഞു, എല്ലാവരും എൻ്റെ മേലങ്കിയാണ് ചോദിക്കുക, എല്ലാവരും എൻ്റെ മേലങ്കിയാണ് ചോദിക്കുക, പക്ഷേ നിനക്ക് ഞാൻ എൻ്റെ മജ്ജ തരുന്നു. അതെ, ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവം മജ്ജയായി സ്വീകരിച്ച ശിഷ്യനാണ് മാർ തോമാ ശ്ലീഹ. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും. ഭാരതത്തിൽ വന്ന തോമാ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ശരീരത്തോട്, മുറിവുകളോട്, വേദനകളോട് വിരലുകളിട്ട് സ്പർശിച്ച് അനുഭവിച്ച മജ്ജ പോലെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഭവമാണ് മാർ തോമാ ശ്ലീഹ നമുക്ക് നൽകുക. ഭാരതത്തിന് ലഭിച്ച വിശ്വാസ വെളിച്ചം കാലിക പ്രസക്തമാണ്. കാരണം മത്തായി 10:18 നമ്മൾ വായിക്കുന്നുണ്ട്, നാടുവാഴികളുടെ മുമ്പിൽ നേരിട്ട് സാക്ഷ്യം പറയേണ്ട കാലങ്ങൾ വരുന്നു എന്ന്. ഭാരതത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതികളിൽ നോക്കിയാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നാടുവാഴികളുടെ മുമ്പിൽ വിശ്വാസത്തിന് ബോധ്യം നൽകേണ്ട കാലമായിരിക്കുന്നു എന്ന് ചിന്തിക്കണം. വളരെ ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ശൈലിയിലും വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിലും ഏറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന കാലഘട്ടങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ. എന്നാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ എപ്രകാരമാകും നമ്മളുടെ വിശ്വാസ പ്രഖ്യാപനവും പ്രഘോഷണവും എന്ന് ഈ ജൂലൈ 3 ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മേലങ്കി അണിയാനും സൗകര്യപൂർവ്വം വിശ്വാസം പ്രഖ്യാപിക്കാനും ഏറെ എളുപ്പമാണ്. എന്നാൽ പീഡനങ്ങളുടെ കാലം, നാടുവാഴികളുടെ മുമ്പിൽ ഹാജരാകുക, വേദനകൾ സഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ സത്യം നിലനിൽക്കെയാണ് ഭാരതത്തിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾ, വിശുദ്ധ തോമാ ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുക. നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നത് തൊട്ടറിഞ്ഞവൻ്റെ, മജ്ജ സ്വീകരിച്ചവൻ്റെ പിൻഗാമികൾ എന്നുള്ള വലിയ ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ വളരാനുള്ള വലിയ കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച വലിയ വിശ്വാസത്തിൻ്റെ അനുഭവം നന്മയായി ആദിമ ക്രൈസ്തവ സമൂഹം പങ്കുവെച്ചതുപോലെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കട്ടെ. ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഒരിക്കലും റാണി മരിയയും മദർ തെരേസയും തോമസ് പാണ്ഡ്യപ്പള്ളി അച്ഛനും ഒന്നും മേലങ്കികളല്ല അന്വേഷിച്ചിരുന്നത്, മറിച്ച് പീഡനങ്ങൾ തന്നെയാണ്. ഇനിയുള്ള കാലഘട്ടവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് ഈ തിരുനാൾ ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഒരിക്കൽ കൂടി ദുക്രാന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു.